നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി റേഷൻ വാങ്ങുന്ന 5 ലക്ഷത്തോളം ആളുകൾക്ക് അടുത്ത മാസം മുതൽ റേഷൻ നഷ്ടമാകാൻ പോകുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിങ്ങിനായി കേന്ദ്ര സർക്കാർ ഈ ഒരു 30-ാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പലതവണ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ റേഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിങ്ങിനായി സമയം നീട്ടി നൽകിയിരുന്നു. ഈ ജൂൺ മാസം 30-ന് സമയം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു 5 ലക്ഷത്തോളം ആളുകൾ ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം റേഷൻ കാർഡുകളിൽ നിന്നും ഒഴിവാകാൻ പോകുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന അറിയിപ്പ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനാണെങ്കിലും റേഷനാണെങ്കിലും ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന റേഷനാണെങ്കിലും കൃത്യമായ കൈകളിൽ തന്നെയാണ് ഈ ഒരു പെൻഷനായാലും അതോടൊപ്പം തന്നെ റേഷനായാലും എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ റേഷൻ വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യം വരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം അനുവദിച്ച് തന്നിട്ടും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളെ റേഷൻ കാർഡുകളിൽ നിന്നും ഒഴിവാക്കുകയില്ല. എന്നാൽ ഇവർക്കുള്ള റേഷൻ ഇവർ കേരളത്തിലില്ലാത്തതുകൊണ്ട്, അതായത് നോൺ റെസിഡൻസ് കേരള വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ടായിരിക്കും തടഞ്ഞു വെക്കുവാൻ പോകുന്നത്. കേരളത്തിലില്ലാത്തത് കൊണ്ടാണ് മസ്റ്ററിങ് ചെയ്യാത്തത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ ആരെങ്കിലും മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള റേഷൻ മാത്രമായിരിക്കും ആ ഒരു കുടുംബത്തിന് ലഭിക്കുക. ഇനിയിപ്പോൾ ഒരു റേഷൻ കാർഡിലെ എല്ലാവരും മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു റേഷൻ കാർഡ് വരെ റദ്ദാകുന്ന സ്ഥിതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഉണ്ടാകുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം ആളുകളാണ് കൃത്യമായി മസ്റ്ററിങ് ചെയ്യാത്തത് എന്ന കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിനുമൊക്കെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ ഇവർക്കുള്ള റേഷൻ തടഞ്ഞു വയ്ക്കുവാൻ പോകുന്നത്. ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് 3 മാസം സാവകാശം നൽകും. ഈ ഒരു 3 മാസ കാലയളവിനുള്ളിൽ മസ്റ്ററിങ് നടത്തിയിട്ടില്ല എങ്കിൽ റേഷനിങ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ട് വീണ്ടും ഇവർക്ക് നോട്ടീസ് നൽകും. ഇതിന് ശേഷവും ഇവർ മസ്റ്ററിങ് ചെയ്യുന്നില്ല എങ്കിലായിരിക്കും ഇവരെ കാർഡിൽ നിന്നും ഒഴിവാക്കുവാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ റേഷൻ കടകളിലേക്ക് പോയി മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളെയൊക്കെ ഈ ഒരു റേഷൻ കാർഡുകളിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കാതെ ഇവർക്കുള്ള റേഷൻ വീട്ടുകളിലേക്ക് നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കും മറ്റ് അറിയിപ്പുകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്